എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ. ഞാൻ ചെയ്തോണ്ട് പറയല്ല, പൂജ ഗംഭീരായി. ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തു. ഇവന്റെ ഒരു ഭാഗ്യം, അടുത്ത ജന്മത്തിലെങ്കിലും ഇവന്റെ രാശിയിൽ ജനിക്കണേ. അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. എന്ത് കുന്ത് ഞാൻ ആരെന്നറിയാടാ? ഇല്ല. ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയുന്ന ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. தைரியம் உள்ள ஆம்பளை கேட்கறதுல பதில் சொல்லணும். நீ தானே விஜய் பத்தி பேசுற, நின்னு பேசுறான்ற. திரும்பி ஓட்டான் அவனா பொட்ட பையன்டா. ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയുന്ന ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഈ പവർ ഗ്രൂപ്പ് അവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. റോണിച്ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. ശ്വേത ചേച്ചി പ്രകാശേ, ദേ ആരാ വന്നിരിക്കണേന്ന് നോക്കിയേ. പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട. CM ആവണ്ട, ഗവർണർ ആവാം. ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഭയങ്കരം തന്നെ. തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇല്ല വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്ന